ഹേ ഗായ്സ്, എങ്ങനെയുണ്ട് എല്ലാവരും? രാവിലെ എന്തായാലും പണ്ടൊക്കെ രാവിലെ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു, ഇപ്പൊക്കെ രാവിലെ നല്ല ചൂടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മളൊരു ചെറിയൊരു ഷോർട്ട് റൈഡാണ്, ട്രെയിൽ റൈഡ് സ്ട്രെയിറ്റ് ടു പുള്ളിക്കാനം. അവിടെയുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ മലകളൊക്കെ കയറി 1-2 ട്രെയിൽസ് റോഡൊക്കെ അടിച്ച് ഫൺ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കോൺവോയ് ആയിട്ടാണ് പോകുന്നത്. ഐ തിങ്ക് ലൈക്ക് അറൗണ്ട് 1 2 3 4 5 ഒരു 10+ ബൈക്സ് എന്തായാലും ഉണ്ട്. 10 to 12 13 സംതിങ് ഉണ്ട്. പുള്ളിക്കാനം അവിടുത്തെ ക്ലൈമറ്റ് കഴിഞ്ഞ വീക്ക് വരെ നല്ല വെയിലായിരുന്നു. ഈ വീക്ക് വെയിലാണോ എന്താണോ എന്തോന്ന് കണ്ടറിയാം. കുറച്ച് സമയമല്ല ഞാൻ ഉരുട്ടുന്ന, ബാക്കിലെ അവന്മാരിനെ കാണുന്നുണ്ടല്ലോ. ഓക്കെ സോ ഹീസ് ജിക്കി, നമ്മളെ റൈഡ് ലീഡ്. ഇതാടാ റൈഡേഴ്സ്, ഫുള്ളി ഗിയർഡ് സെറ്റ് ബൈക്ക്, ഉറപ്പായിട്ട് റിച്ച് ടീംസ് ആയിരിക്കും. ഇങ്ങനെ എത്ര അടിച്ചിട്ടുണ്ടെന്ന് പറയാം റിച്ച് ടീംസ് എന്നുള്ളത്. എനിക്ക് സീരിയസ്ലി മനസ്സിലാവില്ല നിങ്ങൾ എന്താ ഞങ്ങളെ റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങളന്ന് കണ്ടു നോക്കിക്കോ എന്താ നമ്മളെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ഫോണാണോ? ഞാൻ വിചാരിച്ചു വേറെ ഡിസ്പ്ലേ ആണ്. പുള്ളി എന്നിട്ട് കൈ കാണിക്കോ, പൊയ്ക്കോ. അല്ല, പുള്ളി എന്തോ കൈ കാണിച്ച് ഇങ്ങനെ കൈ കാണിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ സാറില്ല, കുഴപ്പമില്ല, നമുക്ക് പോവാം, അങ്ങനെയാണോ പറയുന്നത്? അതൊരു കവറായിരിക്കും എന്ന് വിചാരിച്ചു. ഫോണ്, അയ്യോ പാവം. ക്രോസ് ചെയ്യല്ലേ. അങ്ങനെ കളഞ്ഞു പോയി ഫോണും കിട്ടി, പിന്നെ അടിപൊളി കോണസും കിട്ടി. എല്ലാം അടിച്ച് പൊളിച്ച് കറക്കി ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. പിന്നെ നേരെ വിട്ടത് ഒരു മസാല ദോശ കഴിക്കാനുള്ള ഒരു ഹോട്ടലിൽ. അവിടെ ചവിട്ടി ഒരു മസാല ദോശ അടിച്ച്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് പുള്ളിക്കാനം മെയിൻ ട്രയൽസ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വാമപ്പ് ട്രയൽസ് കിട്ടി. അതിലിട്ട് നല്ല നിന്നും തിരിഞ്ഞ് മറിഞ്ഞ് ഓടിച്ച്. എന്നിട്ട് ആ നേരെ എത്തിയതോ ഒരു കിടിലം വ്യൂ. എൻ്റെ പൊന്നോ, അവിടുന്ന് ആ വ്യൂ ഉണ്ടല്ലോ, ഓ സീന. ഇവിടുന്നങ്ങ് പോയി മോനെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് വ്യൂ ഒക്കെ ആസ്വദിച്ച് നേരെ വിട്ടതോ മെയിൻ ട്രേസിലേക്ക്. അപ്പോൾ വീണ്ടും ഓരോ കോണസ് അഗെയിൻ പൊളിക്കുക, കറക്കുക, ഓടിക്കുക, ഇങ്ങനെ ഓടിച്ച് സെറ്റ്. അങ്ങനെ ഓടിച്ച് നേരെ നമ്മൾ എത്തിയത് ഒരു ചെറിയൊരു തട്ടുകട എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിലുള്ള ഒരു ചെറിയൊരു ലൈം സോഡക്കട. ആടെ നിർത്തിയിട്ട് നമ്മളൊരു നല്ല സോഡ അടിക്കാൻ വിചാരിച്ചു. പക്ഷേ ആ തീരുമാനം എന്തുകൊണ്ടോ നല്ലൊരു തീരുമാനമായി മാറി. കാരണം അതെന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലാവും.
റൈഡ് കഴിഞ്ഞു. വണ്ടിയിൽ നിന്നും ബോഡിയിൽ നിന്നും എവിടെ നിന്നൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് വേണം എല്ലാം ശരിയാക്കാൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് റൈഡിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.